നമസ്കാരം. പാകിസ്ഥാന് പൂർണ്ണ രീതിയിൽ പിന്തുണ കൊടുത്ത തുർക്കിക്ക് ഇന്ത്യ പണി കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയിലെ വ്യാപാരികളുടെ നല്ല ഇടിവെട്ട് പണിയും വ്യാപാരികൾ തന്നെ കൊടുത്തിട്ടുണ്ട്. പൂനെയിൽ തുർക്കി ആപ്പിൾ ഇനി കിട്ടില്ല. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ തുർക്കി ആപ്പിളിന് അനൗദ്യോഗിക നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പൂനെയിലെ പഴക്കച്ചവടക്കാർ. പാകിസ്ഥാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച തുർക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ആപ്പിളുകൾ ഇനി വിൽക്കില്ല എന്നാണ് കച്ചവടക്കാരുടെ തീരുമാനം. ഇതിനെ പിന്തുണച്ച് നാട്ടുകാരും എത്തിയതോടെ നിരോധനം പൂർണ്ണമായി. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യത്തിന്റെ സമ്പത്തിലേക്ക് തങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയ തോതിലുള്ള സഹായം പോലും വേണ്ട എന്ന ദൃഢനിശ്ചയത്തിലാണ് പൂനെയിലെ പഴക്കച്ചവടക്കാർ. പൊതുവിൽ ഈ സീസണിൽ 1000 മുതൽ 1200 കോടി രൂപ വരെ വിറ്റുവരവ് ലഭിക്കാറുണ്ട്. ഈ ലാഭം വേണ്ട എന്ന് വെക്കുന്നതിലൂടെ രാജ്യത്തിനോടും സർക്കാരിനോടും പട്ടാളക്കാരോടുമുള്ള തങ്ങളുടെ പിന്തുണ കൂടിയാണ് അറിയിക്കുന്നതെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. തുർക്കിയിൽ നിന്നുള്ള ആപ്പിളിന് പകരം മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ നിന്നുമുള്ള ആപ്പിളുകളാണ് നാട്ടുകാർ ഇപ്പോൾ ചോദിച്ചു വാങ്ങുന്നത് എന്ന് കച്ചവടക്കാർ പറയുന്നു. ഇതോടെ പൂനെയിലെ പഴക്കച്ചവടങ്ങളിലൊന്നും തന്നെ തുർക്കി ആപ്പിൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. പാൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴുകയും ഇരു രാജ്യങ്ങളും യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനെയും പിന്തുണച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളും മുന്നോട്ട് വന്നിരുന്നു. ഈ സമയത്താണ് പാകിസ്ഥാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തുർക്കി മുന്നോട്ട് വന്നത്. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ പിന്താങ്ങുന്നതിലൂടെ തുർക്കിയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ വാദങ്ങളും ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് തുർക്കിയുടെ ആപ്പിൾ നിരോധനം. തുർക്കിയിൽ നിന്നും ഇനി ആപ്പിൾ വാങ്ങണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം. പകരം ഹിമാചൽ, അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നും ഇറാനിൽ നിന്നുമെല്ലാം ആപ്പിൾ കൂടുതലായി വാങ്ങാനാണ് തീരുമാനം. കച്ചവടക്കാർ മാത്രമല്ല, പഴങ്ങൾ വാങ്ങാൻ എത്തുന്നവരും ഈ തീരുമാനത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. ഇന്ത്യ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യത്തിൽ രാജ്യത്തോടുള്ള ഞങ്ങളുടെ സ്നേഹവും പിന്തുണയും ഇങ്ങനെയും കാണിക്കണമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് കച്ചവടക്കാർ പറയുന്നത്. ചന്തകളിൽ തുർക്കി ആപ്പിളിന്റെ ആവശ്യക്കാരിൽ 50% കുത്തനെ ഇടിവുണ്ടായതായാണ് മറ്റ് കച്ചവടക്കാർ പറയുന്നത്. മൊത്ത വ്യാപാരത്തിൽ മാത്രമല്ല, ചില്ലറ വ്യാപാരത്തിലും നിരോധനം വലിയ തോതിൽ ചലനം സൃഷ്ടിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ നിരവധി ആപ്പിൾ വകഭേദങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മുടെ രാജ്യത്തിനെതിരായി ഒപ്പുവെച്ച ഒരു രാജ്യത്തു നിന്നും സാധനം വാങ്ങുന്നത്? തുർക്കി ആപ്പിൾ വേണ്ട എന്ന കച്ചവടക്കാരുടെ തീരുമാനത്തെ പിന്താങ്ങിക്കൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ എത്തിയവരും ചോദിക്കുന്നു. ശത്രു രാജ്യത്തിന്റെ കൈവശമുള്ള ആപ്പിളുകൾ പൂട്ടുന്നതോടെ തുർക്കിക്കും ഇന്ത്യക്കാരുടെ ഒരു കനത്ത പ്രഹരവും കിട്ടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.